അപ്പം പലരുടെയും ഡൗട്ടാണ് DFM ആപ്ലിക്കേഷനകത്ത് നിന്ന് എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് സെല് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ച് കുറേ മെസ്സേജ് വന്നു. അപ്പോൾ അതിൻ്റെ ബേസിലുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. റീസെൻ്റ്ലി IPM മേടിച്ച എല്ലാവർക്കും ഈ ഒരു പ്രശ്നമുണ്ട്. കുറേ പേര് നമുക്ക് ചോദിച്ചു, കുറേ പേർക്ക് മെസ്സേജൊക്കെ അയച്ചു. പിന്നെ അവിടുത്തെ വീഡിയോ ആയിട്ട് ചെയ്ത് എല്ലാവർക്കും ഗുണമാവുമെന്ന് ഓർത്തിട്ടാണ്. നമ്മുടെ DFM ആപ്ലിക്കേഷൻ അത് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് നമുക്ക് താഴെ ഹോം, വാച്ച് ലിസ്റ്റ്, പോർട്ട്ഫോളിയോ, ഇൻവെസ്റ്റർ കാർഡ് എന്ന് കാണും. അതിനകത്ത് പോർട്ട്ഫോളിയോ ഞെക്കിയ ഉടനെ നമുക്ക് ട്രാൻസ്ഫർ ഷെയർ എന്നൊരു ലിസ്റ്റ് ഇവിടെ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത ഉടനെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും ട്രാൻസ്ഫർ സെക്യൂരിറ്റി ഫ്രം ദുബായ് CDS ടു ട്രേഡിംഗ് മെമ്പർ. അത് വൺസ് ക്ലിക്ക് ചെയ്ത ഉടനെ നിങ്ങൾക്ക് ഇങ്ങനെ വരും സെലക്ട് ദ ഇൻവെസ്റ്റർ നമ്പർ. അപ്പോൾ ഞാൻ എൻ്റെ പേരിലുള്ള ഇൻവെസ്റ്റർ നമ്പർ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ അത് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് അടിച്ചു. വൺസ് നെക്സ്റ്റ് അടിക്കുമ്പോൾ നമുക്ക് സെലക്ട് ദ ട്രേഡിംഗ് അക്കൗണ്ട്. ഈ 2 ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ട്. ഞാൻ ഇന്റർണൽ സെക്യൂരിറ്റിയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ സെലക്ട് ചെയ്ത ഉടനെ നമുക്ക് സെലക്ട് ദ നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് ഫ്രം CDS അക്കൗണ്ട്. ഇതാണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ചോദിക്കും. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് റിവ്യൂ അടിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ വെരിഫിക്കേഷൻ ചെയ്ത് കൊടുത്താൽ നമ്മുടെ സ്റ്റോക്സ് അങ്ങോട്ട് മാറും. മേ ബി 1 or 2 days എടുക്കും. അതിനുള്ളിൽ നമുക്കത് മാറ്റി കിട്ടും. അപ്പം വൺസ് ഇത് മാറിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബ്രോക്കറേജ് അക്കൗണ്ടിനകത്ത് ഇങ്ങനെ കാണിക്കും. ഇവിടുന്ന് എടുത്തിട്ട് നമ്മൾ ട്രേഡിംഗ് ടൈമിൽ സെല്ലെന്ന് പറഞ്ഞ് കൊടുത്ത് ക്യാഷായിട്ട് നമുക്കിവിടെ വരും. ബ്രോക്കറും ഡിഫറെൻ്റ് ആയിട്ടാണ് ക്യാഷ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് ഇവിടെ ചെയ്തേക്കാം. ആ വീഡിയോ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് എങ്ങനെ പൈസ പുറത്തെടുക്കാമെന്നത് ബാങ്കിലോട്ട് നമുക്ക് എടുക്കാമെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.